കീഴാറ്റൂർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുറന്ന പോരിൽ. വയൽക്കിളികളുമായി നിതിൻ ഗഡ്കരി നടത്തിയ ചർച്ച ഫെഡറലിസം തകർക്കാനുള്ള ശ്രമമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ദേശീയപാത വികസനത്തിന് പാരവയ്ക്കാൻ മലയാളിയായ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ബദൽ പാത അടക്കമുള്ള ആവശ്യങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. സംസ്ഥാന സർക്കാരിനെ ക്ഷണിക്കാതെ ബി.ജെ.പി. എംപിമാരും നേതാക്കളും വയൽക്കിളി പ്രതിനിധികളും പങ്കെടുത്ത ചർച്ചയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്നത്. ബദൽ പാതയടക്കം വയൽക്കിളികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകാനാണ് യോഗ തീരുമാനം. ഇതിന് തൊട്ടുപിന്നാലെയാണ് സർക്കാരിനെ മാറ്റി നിർത്തിയുള്ള ചർച്ച RSS നിർദ്ദേശപ്രകാരമാണെന്നും ഫെഡറലിസത്തിന്റെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. കേരളത്തിന്റെ റോഡ് വികസനം തടയണമെന്ന ഉദ്ദേശത്തോടെ RSSന്റെ സംഘടനാപരമായ ഇടപെടൽ വന്നപ്പോൾ RSSനെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവർ അതിന് വഴിപ്പെടുന്നില്ലാനുണ്ടായില്ല. ആ പാരയും കൊണ്ട് നടക്കാൻ കേരളക്കാരനാണെന്ന് പറയുന്ന ഒരു മന്ത്രിയും കൂടെ ഉണ്ടായി എന്നതാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള വിരോധാഭാസം. ഫെഡറലിസത്തിനെതിരായിട്ടുള്ള കാര്യമാണ്, ആരോഗ്യകരമായ കീഴ്വഴക്കങ്ങൾക്കെതിരായിട്ടുള്ളതുമാണ്. കേരളത്തോട് കേന്ദ്രം തുടരുന്ന അവഗണനയുടെ ഭാഗമാണ് ഒഴിവാക്കലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സമരസമിതിയുമായുള്ള ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ ക്ഷണിക്കേണ്ടത് അനിവാര്യമല്ലെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണം. ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കഴിഞ്ഞിട്ട് മിനിസ്റ്റർ തീരുമാനം എടുത്തിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ അവരുടെ മിനിസ്ട്രിയിൽ നിന്ന് തീരുമാനം ഉണ്ടാവുള്ളൂ. സംസ്ഥാന സർക്കാർ നിലവിലെ അലൈൻമെന്റിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് പുനഃപരിശോധിക്കാൻ കേന്ദ്രം സമിതിയെ വെച്ചത് സമരസമിതിയുടെ വിജയമെന്ന് സുരേഷ് കീഴാറ്റൂർ. പിന്നെ അതിന്റെ ബദൽ സാധ്യത മന്ത്രിക്കോ അല്ലെങ്കിൽ വയൽക്കിളികൾക്കോ അതിന്റെ പറയാൻ കഴിയില്ല. അതിന്റെ വിദഗ്ധരാണ് പറയേണ്ടത്. അതിനൊരു കമ്മിറ്റി വെച്ചു. സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണ്. നിലവിലെ ദേശീയപാതയ്ക്ക് മുകളിലൂടെ ഫ്ളൈ ഓവർ എന്ന നിർദ്ദേശം യോഗത്തിൽ കേന്ദ്രമന്ത്രി തള്ളി. പകരം നിർദ്ദേശിച്ച പാതയുടെ സാധ്യത പരിശോധിക്കാൻ നിയമിച്ച സമിതിയിൽ ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ധരാകും അംഗങ്ങൾ. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കിളികളെ പിടിക്കാനാണ് ബി.ജെ.പിയുടെ കളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വയൽക്കിളികളുടെ ആവശ്യം പരിഗണിക്കാത്ത സംസ്ഥാന സർക്കാരിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നായിരുന്നു ബി.ജെ.പിയുടെ മറുപടി. ദേശീയപാത വികസനത്തിൽ കേന്ദ്രം മലർന്നു കിടന്നു തുപ്പുകയാണെന്ന് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഡൽഹിയിലെ ചർച്ചയോടെ വയൽക്കിളി സമരത്തിൽ CPM ബി.ജെ.പി. വാക്പോര് രൂക്ഷമാവുകയാണ്. ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് ബി.ജെ.പി. നടത്തിയ നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് 2 വോട്ട് കിട്ടുമോ, ഈ കിളികളെ 2 കിളികളെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആളുകൾ പുറപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂരിലെ വ്യവസായികൾക്ക് വേണ്ടി ഹൈവേ അലൈൻമെന്റ് തന്നെ മാറ്റാനാണ് സർക്കാർ ശ്രമമെന്നും വയൽക്കിളികളെ എതിർക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തിനെന്നുമാണ് ബി.ജെ.പിയുടെ മറുപടി. ഹൈവേ പണിയുന്നതിന് പകരം വളഞ്ഞിട്ടാണ് ഹൈവേ പണിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഈ പാവങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല, അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല, വ്യവസായികളുടെ സ്ഥലം 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. LDF സർക്കാരിന്റെ കാലത്ത് ദേശീയപാതാ വികസനം പൂർത്തിയാക്കാതിരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് G. സുധാകരൻ ആരോപിച്ചു. വാസ്തവത്തിൽ അവർ മലർന്നു കിടന്ന് തൊപ്പുകയാണ്. അവർ തന്നെ അപഹാസ്യരായിരിക്കുകയാണ്. ഈ വഴിയൂടെ തന്നെ ദേശീയപാത നിർമ്മിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ന്യൂസ് 18, ഡൽഹി. താരസംഘടനയായ അമ്മയെ തള്ളിപ്പറഞ്ഞ് ആക്രമിക്കപ്പെട്ട നടി. കേസിൽ കക്ഷി ചേരാനുള്ള അമ്മയിലെ വനിതാ ഭാരവാഹികളുടെ അപേക്ഷയെ ഹൈക്കോടതിയിൽ നടി എതിർത്തു. കേസ് നേരിടാൻ തനിക്ക് ആരുടെയും സഹായം വേണ്ട, താൻ അമ്മയിൽ അംഗമല്ലെന്നും നടി വ്യക്തമാക്കി. വനിതാ ജഡ്ജിയെ നിയമിക്കണമെന്ന ഹർജിയിൽ കക്ഷി ചേരാനാണ് അമ്മ ഭാരവാഹികളായ ഹനി റോസും രചന നാരായണൻകുട്ടിയും അപേക്ഷ നൽകിയത്. ചുരുങ്ങിയത് 25 വർഷമെങ്കിലും പരിശീലനമുള്ള പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും നടിമാർ അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് ആരുടെയും സഹായം വേണ്ടെന്നായിരുന്നു നടിയുടെ പ്രതികരണം. താൻ ഇപ്പോൾ അമ്മയിൽ അംഗമല്ല. നടിമാരുടെ കക്ഷി ചേരാനുള്ള അപേക്ഷയെ അഭിഭാഷകൻ കോടതിയിൽ എതിർത്തു. സർക്കാർ അഭിഭാഷകനും കോടതിയിൽ ഇതേ നിലപാടെടുത്തു. അമ്മ അംഗങ്ങൾക്ക് എന്താണ് ഹർജിയിൽ താൽപര്യമെന്ന് കോടതി ആരാഞ്ഞു. വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം 17 മാറ്റി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഈ മാസം 16 പരിഗണിക്കാനും ഹൈക്കോടതി മാറ്റിവെച്ചു. ന്യൂസ് 18, കൊച്ചി. അമ്മ എന്ന സംഘടനയിൽ നിന്നും പുറത്തു വന്ന ശേഷം അവസരങ്ങൾ ഇല്ലാതാക്കാനും അടിച്ചമർത്താനും ശ്രമം തുടരുന്നുണ്ടെന്ന് നടി രമ്യ നമ്പീശൻ. സ്ത്രീ പുരുഷ വിവേചനമുണ്ടെന്ന് ഓരോ വേദിയിലും ആവർത്തിച്ചു പറഞ്ഞു മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. WCC എതിർ സംഘടനയാകരുതെന്ന് ആഗ്രഹിച്ചു. എന്നാൽ നല്ല സമീപനം ലഭിച്ചില്ലെന്നും രമ്യ നമ്പീശൻ തുറന്നടിച്ചു. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ചില കാര്യങ്ങളിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. നീ മര്യാദയ്ക്ക് നടക്കാത്തോണ്ടല്ലേ, നീ അങ്ങനെ ചെയ്യാത്തതോടല്ലേ, അല്ലെങ്കിലും നീ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അടിച്ചമർത്തലുകൾ അല്ലാതെ കുറച്ചുകൂടെ
ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ട് അതിനെ ചിന്തിച്ച് കുറച്ചും കൂടെ ഒരു ഇല്ല എന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോഴും ഉണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കണം എന്നാണ് ഇവിടെ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ ചേർന്ന് പറയുകയാണ്. അത് എന്താ പറയുക, സംബഡി ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എ സ്പേസ്, വി ഷുഡ് ക്രിയേറ്റ് ആർ ഓൺ സ്പേസ്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്ന് വന്നപ്പോൾ ഈ പറയുന്നത് കുറച്ച് നമ്മുടേതായ രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് വന്നു തുടങ്ങി. ഇപ്പൊ ജോലി ഇല്ലാതെ ആവുക, നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവള് പ്രശ്നക്കാരിയാണ്, അവൾ ഇന്ന് ഈ ഒരു വർക്കിലേക്ക് എടുക്കണ്ട എന്നുള്ള പല നീക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും we are here strongly saying that we have a problem and we are going to sort it out. രമ്യ നമ്പീശനാണ് പരസ്യമായി പൊതുവേദിയിൽ ഈ വിവരങ്ങൾ പറഞ്ഞത്. അടിച്ചമർത്തൽ എന്നത് വളരെ വ്യക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ. താരസംഘടനയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചതോടുകൂടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് തുറന്നു പറഞ്ഞത്. അവസരം ഇല്ലാതാക്കാനും അടിച്ചമർത്താനും ശ്രമം തുടരുന്നു എന്നാണ് ചലച്ചിത്ര നടി രമ്യ നമ്പീശൻ വെളിപ്പെടുത്തിയത്, തുറന്നു പറഞ്ഞത്. വിവേചനം എന്നത് വ്യക്തമാണ്, അത് ഓരോ വേദിയിലും വന്ന് വിളിച്ചു പറയേണ്ട അവസ്ഥയിലാണ് എന്ന വിവരം കൂടി ആണ് രമ്യ നമ്പീശൻ പറഞ്ഞത്. വിവരങ്ങളുമായി വിനീത കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, പൊതുവേദിയിൽ ഈ രൂപത്തിൽ അക്കമിട്ട് നിരത്തിയ താരസംഘടനയ്ക്കെതിരായ വിമർശനങ്ങൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ രമ്യ നമ്പീശൻ പറഞ്ഞത് എന്താണ്? ശരത്തിൽ പ്രധാനമായും പറയുന്നത് സംഘടനയിൽ നിന്നും പുറത്തു വന്ന ശേഷം അവസരങ്ങൾ നഷ്ടമാകുന്നു. അതിന് അത്തരത്തിൽ അവസരങ്ങൾ ഇല്ലാതാക്കാനും അടിച്ചമർത്താനുമുള്ള ശ്രമം നിലവിലും തുടരുന്നുണ്ടെന്നാണ് രമ്യ നമ്പീശൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാന വിഷയം ഇതാണ്, തങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് ഓരോ വേദിയിലും ആവർത്തിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളതെന്നും രമ്യ നമ്പീശൻ പറയുന്നുണ്ട്. WCC എന്നൊരു സംഘടന ആരംഭിച്ചത് അത് ഒരിക്കലും ഒരു എതിർ സംഘടന അല്ലെങ്കിൽ അത്തരത്തില് ഒരു സംഘടന എന്ന രീതിയിലല്ല WCC എന്നൊരു സംഘടന ആരംഭിച്ചത്. എന്നാൽ അത്തരത്തിൽ നല്ലൊരു സമീപനത്തോടു കൂടി ആരംഭിച്ച സംഘടനയ്ക്ക് നല്ലൊരു സ്വീകാര്യത ലഭിച്ചില്ല എന്നും രമ്യ നമ്പീശൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടം കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂട്ടം കൂടി സംസാരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ കൂട്ടം കൂടി എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് കൂടുതൽ ശക്തം ഉണ്ടാകുന്നതെന്നും രമ്യ നമ്പീശൻ പറയുന്നുണ്ട്. അതേസമയം 7-ാം തീയതി തന്നെ അമ്മയുമായി ചർച്ച നടത്തുമെന്നും അവർ വ്യക്തമാക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ശരത് ഇത് തന്നെയാണ്. അതായത് സംഘടനയിൽ നിന്ന് പുറത്തായ ശേഷം ഇത്തരത്തിൽ സംഘടനയ്ക്ക് അകത്ത് ഉള്ള പ്രശ്നങ്ങൾ അതിനെതിരെ സംസാരിച്ചവർക്കൊക്കെ ഇത്തരത്തിൽ അവസരങ്ങൾ നഷ്ടമാവുകയും അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനും ഒക്കെയുള്ള ആ ഒരു ശ്രമം നിലവിലും തുടരുന്നു. അതായത് റോളുകൾ കിട്ടുന്നില്ല, ഇവരെ അകറ്റി നിർത്തുന്നു, ഇവർക്ക് തൊഴിലില്ലാതാകുന്നു, ഇവർക്ക് വരുന്ന അവസരങ്ങൾ ഇവരെ വിളിക്കാതെ, ഇവർക്ക് റോളുകൾ നൽകാതെ ഇവരെ ഒറ്റപ്പെടുത്തുന്നു. ഇതാണ് രമ്യ നമ്പീശൻ പറഞ്ഞ ഗുരുതരമായ ആരോപണം ഈ സംഘടനയ്ക്കെതിരെ, അതിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ. ഒന്നാമത്തെ വിഷയം. ഇതേ ദിവസമാണ് ഈ താരസംഘടനയിലെ വനിതാ ഭാരവാഹികൾ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം എന്ന മട്ടിൽ കോടതിയിലേക്ക് കക്ഷി ചേരാൻ ഹർജിയുമായി പോയത്. അതടക്കം അംഗീകരിക്കില്ല എന്ന് ആ നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കള്ളത്തരങ്ങൾ തന്നെയാണിത് എന്ന ഉറച്ച വിശ്വാസമാണ് ഓരോ വാക്കിലും രമ്യ നമ്പീശൻ പരസ്യമായി പറഞ്ഞത്. തീർച്ചയായും ശരത്തെ അത്തരത്തിലുള്ളൊരു സമീപനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ രമ്യ നമ്പീശന്റെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ സംഘടനയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽക്കെതിരെ ഉണ്ടാകുന്ന സംഘടനയ്ക്കുള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെയോ പ്രതികരിക്കുന്നവർക്ക് അവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവേചനം അവർക്കെതിരെ കൊണ്ടുവരികയാണ് എന്ന തരത്തിൽ തന്നെയാണ് രമ്യ നമ്പീശൻ പ്രതികരിച്ചിരിക്കുന്നത്. തീർത്തും ഒരുപക്ഷെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയെന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും ശരത്തെ. ശരി വിനീത. ജലന്ധർ ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിലെത്തി. കന്യാസ്ത്രീക്കെതിരെ പരാതി നൽകിയ അഭിഭാഷകന്റെയും ഭാര്യയുടെയും മൊഴി സംഘം രേഖപ്പെടുത്തി. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സുനിൽ തോമസ് പിന്മാറി. അതിനിടെ വൈദികർ വിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം ആവശ്യപ്പെട്ടു. വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഡൽഹിയിൽ കന്യാസ്ത്രീക്കെതിരെ പരാതി നൽകിയ കുടുംബത്തിൽ നിന്ന് മൊഴിയെടുത്തത്. പരാതിക്കാരിയായ കന്യാസ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു കന്യാസ്ത്രീകളുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തും. ഡൽഹിയിലെ വത്തിക്കാൻ പ്രതിനിധിയെ കാണാൻ സംഘം തീരുമാനിച്ചിരുന്നെങ്കിലും അദ്ദേഹം വിദേശത്തായതിനാൽ ഇത് സാധ്യമായേക്കില്ല. ഡൽഹിയിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാകും അന്വേഷണ സംഘം ബിഷപ്പിനെ ചോദ്യം ചെയ്യാനായി ജലന്ധറിലേക്ക് പോകുക. അതേസമയം ജലന്ധർ ബിഷപ്പിനെതിരായ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് സുനിൽ തോമസ് പിന്മാറി. അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കാത്തലിക് ചർച്ച് റിഫോർമേഷനാണ് ഹർജി നൽകിയത്. സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളിലൂടെ സഭ അപഹസിക്കപ്പെട്ടെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം പ്രതികരിച്ചു. സഭയുടെ അടിസ്ഥാനം വിശുദ്ധിയാണ്, അത് ഉറപ്പാക്കാൻ വൈദികർ ബാധ്യസ്ഥരാണെന്നും സൂസപാക്യം അഭിപ്രായപ്പെട്ടു. വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് പകരം എതിർ സാക്ഷ്യം വഹിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ്
നാം ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാണ്. തീർച്ചയായിട്ടും ധാരാളം വിശുദ്ധരുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെയെല്ലാം വരുമ്പോൾ സമൂഹ മധ്യത്തിൽ സഭ അപഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന്. ലൈംഗിക പീഡന കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തി 1 മാസം പിന്നിടുമ്പോഴാണ് ആരോപണ വിധേയനായ ബിഷപ്പിനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അന്വേഷണ സംഘം നടത്തുന്നത്. ന്യൂസ് 18 ഡൽഹി, കൊച്ചി. വൈദികരുടെ വിശുദ്ധിയെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് സൂസേപാക്യം വിശദമാക്കിയ അതേ ദിവസമാണ്, അല്ലെങ്കിൽ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെയാണ് കൊട്ടിയൂർ പീഡന കേസിൽ പെൺകുട്ടിയുടെ അച്ഛനും കൂറുമാറി അല്ലെങ്കിൽ കൂറുമാറ്റി എന്ന വാർത്ത വരുന്നത്. വൈദികനെതിരായി പരാതിയില്ല എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. കേസിലെ 2ാം സാക്ഷിയാണ് പെൺകുട്ടിയുടെ അച്ഛൻ. കൊട്ടിയൂർ പീഡന കേസിൽ പെൺകുട്ടിക്കും അമ്മയ്ക്കും പുറകെയാണ് അച്ഛനും കൂറുമാറിയത്. വൈദികനുമായി ബന്ധപ്പെടുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. 1-ാം പ്രതി റോബിൻ വടക്കുംചേരിക്കെതിരെ പരാതിയില്ലെന്നും കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, പരാതിയുമായി പെൺകുട്ടി നേരത്തെ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നതായും വാദിക്കുന്നു. പോക്സോ നിയമപ്രകാരം പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധവും കുറ്റകരമാകും. അതുകൊണ്ട് തന്നെ സാക്ഷികളുടെ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ല എന്ന വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചു. പാവങ്ങാട് സ്വദേശിയായ 24-കാരിയിലാണ് രോഗം കണ്ടെത്തിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രാഥമിക പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന രോഗിയുടെ നില മെച്ചപ്പെട്ടു വരികയാണ്. കടുത്ത പനിയെ തുടർന്ന് കൺപോള തൂങ്ങിയ നിലയിൽ 4 ദിവസം മുമ്പാണ് 24-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വെസ്റ്റ് നൈൽ രോഗമാണെന്ന് സ്ഥിരീകരിച്ചു. വൈറസ് വാഹകരായ പക്ഷികളിലെ കടിക്കുന്ന കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് രോഗമെത്തുന്നത്. രോഗം ബാധിച്ച 20% പേർക്ക് മാത്രമേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നാഡീവ്യൂഹത്തെ ബാധിച്ചാൽ മരണകാരണമാകാം. മസ്കിറ്റോ ആണ് പ്രധാനമായിട്ടും ഇത് പരത്തുന്നത്. ഏഡിസിലും അനോഫിലിക്സിലും ചിലപ്പോൾ വരാമെന്ന് പറയുന്നത്. പ്രധാനമായി ക്യൂലസ് എന്നുള്ള ഗണത്തിൽപ്പെട്ട കൊതുകിൽ കൂടിയാണ് ഇതിന്റെ വെക്ടർ പകരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. നേരത്തെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പാവങ്ങാടും പരിസര പ്രദേശങ്ങളിലും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് രോഗത്തിന് ഈ പേര് വന്നത്. ന്യൂസ് 18 കോഴിക്കോട്. സരിതയുടെ വിവാദ കത്തിലെ പരാമർശങ്ങൾക്ക് പിന്നിൽ കെ.ബി. ഗണേഷ് കുമാറാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മൊഴി. മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് ഇതിന് കാരണമെന്നും മൊഴിയിൽ പറയുന്നു. കൊട്ടാരക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉമ്മൻചാണ്ടി മൊഴി നൽകിയത്. കോൺഗ്രസ് നേതാവ് സുധീർ ജേക്കബ് നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് ഉമ്മൻചാണ്ടി കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിലെത്തി മൊഴി നൽകിയത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയവേ സരിത എസ് നായർ എഴുതിയ കത്തിലെ പരാമർശങ്ങൾക്ക് പിന്നിൽ കെ.ബി. ഗണേഷ് കുമാറാണ്. രാജിവെച്ച ശേഷം പല കാരണങ്ങളാൽ ഗണേശിന് മന്ത്രിസഭയിലേക്ക് തിരികെ വരാനായില്ല. തന്നോടും UDF നേതാക്കളോടും ഗണേശിനുള്ള വിരോധമാണ് കത്തിലെ പരാമർശങ്ങൾക്ക് കാരണം. ഇതിനായി സരിതയും ഗണേശും ഗൂഢാലോചന നടത്തിയെന്നും ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകി. ഇക്കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് ഉമ്മൻചാണ്ടി കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. സത്യം ഏതായാലും പുറത്തു വരും. ഉമ്മൻചാണ്ടിയുടെ മൊഴി സരിത എസ് നായർ തള്ളി. ഗണേഷ് കുമാർ പറഞ്ഞാൽ മാത്രം എഴുതുന്ന ഒരു ലെറ്റർ എഴുതേണ്ട ഒരു ആവശ്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെയുള്ളവരുടെ പൊയ്മുഖം നമുക്ക് പബ്ലിക്കിന് മുമ്പിലെങ്കിലും അറ്റ്ലീസ്റ്റ് കോടതിയുടെ മുമ്പിലെങ്കിലും എത്തണം എന്നുള്ള ഒരു നിലപാട് കാരണമാണ് ആ ലെറ്റർ എഴുതി ബാലകൃഷ്ണപിള്ള സാറിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി പറയുന്നത് അതുപോലെ വിഴുങ്ങാനാവില്ലെന്ന് PS ശ്രീധരൻപിള്ള പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും കുറ്റത്തിൻ്റെതായിട്ടുള്ള കയറുകൾ കുരുങ്ങുമെന്നുള്ള ഘട്ടം വരുമ്പോൾ പറയുന്നത് പെട്ടെന്ന് വെട്ടിവിഴുങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കണം, സാധൂകരിക്കണം. ന്യൂസ് 18 കൊല്ലം. തൊടുപുഴ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മന്ത്രവാദത്തിനായി സ്ഥിരമായി കൃഷ്ണനെ കാണാൻ വന്നിരുന്ന ആളാണ് കസ്റ്റഡിയിലായ ഒരാൾ എന്നാണ് സൂചന. കൊലപാതകം കവർച്ചയ്ക്കിടെ അല്ലെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വേണുഗോപാൽ വ്യക്തമാക്കി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്ത ശേഷം മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 15 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇവരിൽ 6 പേരെ ചോദ്യം ചെയ്ത ശേഷം 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലായ നെടുങ്കുന്നം സ്വദേശി ആഭിചാര ക്രിയകൾക്കായി കൃഷ്ണന്റെ വീട്ടിലെത്തിയിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. പോയി കാണുന്ന വാഹനങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കുള്ളത്. അന്വേഷണം വളരെ ഇതായിട്ട് പോകുന്നില്ല.
ഒന്നിലേറെ പേർ ചേർന്നാണ് കൃഷ്ണനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. വണ്ണപ്പുറം പട്ടണത്തിലേതടക്കം 9 ഇടങ്ങളിലെ CCTV പോലീസ് പരിശോധിച്ചു. ഇതിൽ കള്ളിപ്പാറയിലെ കടയിലെ ക്യാമറയിൽ പതിഞ്ഞ ഏതാനും കാറുകളെയും പിക്കപ്പ് വാനിനെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. രാത്രി 11:50 വണ്ണപ്പുറം ഭാഗത്തേക്ക് പോയ പിക്കപ്പ് പുലർച്ചെ 3:40 മടങ്ങി. 2 വാഹനങ്ങളും ഒന്നുതന്നെയാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. മന്ത്രി M.M. മണി കൊലപാതകം നടന്ന കമ്പക്കാനത്ത് വീട് സന്ദർശിച്ചു. കൊലയാളികളെ കണ്ടെത്തുന്നതിനായി ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു. ഇനി അവർ അഭിപ്രായപ്പെടുന്നതിനനുസരിച്ച് വേണമെന്നൊരു മറ്റ് സംവിധാനത്തെപ്പറ്റിയും അന്വേഷണത്തിന് ആലോചിക്കും. വേറെ ഏജൻസിയോ എന്താണെന്ന് അത് ചെയ്യാമെന്നെല്ലാം ഈ കാര്യത്തിൽ ചെയ്യും. കൃഷ്ണനുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ജസ്ന കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് ഹൈക്കോടതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനിടെ ജസ്നയുടെ വീട്ടിൽ നിന്ന് പുതിയൊരു സിം കണ്ടെത്തിയെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. ഈ മാസം 17 കേസ് വീണ്ടും പരിഗണിക്കും. ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടുതൽ നിബന്ധനകളുമായി സർക്കാർ. 1000 cc മുകളിലുള്ള 4 ചക്ര വാഹന ഉടമകളെ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഉപഭോക്താവിന്റെ മരണവിവരം മറച്ചുവെച്ച് പെൻഷൻ വാങ്ങിയ ബന്ധുക്കളിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനും ധനവകുപ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. അനർഹർ പെൻഷൻ വാങ്ങുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പെൻഷൻ അപേക്ഷകൾക്ക് കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ നിബന്ധനകൾ ബാധകമാക്കാനാണ് പുതിയ ഉത്തരവ്. 1000 cc മുകളിലുള്ള 4 ചക്ര വാഹന ഉടമകൾക്ക് ഇനി മുതൽ പെൻഷൻ നൽകില്ല. നിലവിൽ പെൻഷൻ വാങ്ങുന്ന ലോറി, ബസ്, ടെമ്പോ ട്രാവലർ ഉടമകൾക്കും പെൻഷൻ നൽകില്ല. എന്നാൽ അംബാസിഡർ കാർ ഉടമകൾക്ക് ഇളവ് അനുവദിക്കും. ഇത്തരം വാഹനങ്ങളുടെ ഉൽപ്പാദനം നിർത്തിയിട്ട് വർഷങ്ങളായി എന്ന പരിഗണന നൽകിയാണ് ഈ തീരുമാനം. പെൻഷൻ ഉപഭോക്താവ് മരണപ്പെട്ടത് മറച്ചുവെച്ച് ബന്ധുക്കൾ മാസങ്ങളായി പെൻഷൻ വാങ്ങി വന്നിരുന്നത് ധനവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അനർഹമായി നേടിയ ഈ പെൻഷൻ ബന്ധുക്കളിൽ നിന്ന് തന്നെ തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ധനവകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന് ശബരിമല ഉപദേശക സമിതി അധ്യക്ഷൻ TK നായർ. വ്രതാനുഷ്ഠാനത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സ്ത്രീ വിരുദ്ധമാണ്. 1940-ൽ ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളും പോയിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്നും TK നായർ പറഞ്ഞു. ശബരിമലയിൽ നിലവിൽ പിന്തുടരുന്നത് ആചാരങ്ങളുടെ പേരിലുള്ള സ്ത്രീ വിരുദ്ധതയാണെന്നാണ് ശബരിമല ഉപദേശക സമിതി അധ്യക്ഷൻ TK നായരുടെ നിലപാട്. ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് അത്ര പഴക്കമുള്ള ആചാരമല്ല. 1940-കളിൽ സ്ത്രീകൾ ശബരിമലയിൽ പോയിരുന്നതായി തനിക്കറിയാം. ശബരിമലയില് 78 വർഷങ്ങൾക്ക് മുൻപ് ശബരിമല നടയില് എന്റെ അമ്മയുടെ മടിയിലിരുന്ന ചോറുണ്ടവനാണ് ഞാൻ. അന്ന് മുതല് പല വർഷം ശബരിമലയിൽ പോയിട്ടുണ്ട്. സ്ത്രീകളെ വ്രതത്തിന്റെ പേരിലാണ് മാറ്റി നിർത്തുന്നത്. എന്നാൽ ശബരിമല സന്ദർശിക്കുന്ന പുരുഷന്മാരിൽ എത്ര പേർ 41 ദിവസം വ്രതമെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവേചനം ഇല്ലെങ്കിൽ ഈ 41 ദിവസത്തെ വ്രത അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അവിടെ പോകുന്ന പുരുഷന്മാരെയും തടയേണ്ടതല്ലേ? എന്നാൽ TK നായരുടെ അഭിപ്രായം ക്ഷേത്രാചാരത്തിനെതിരാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തിന് പൂർണ്ണമായ വിലക്ക് ശബരിമലയിലില്ല. ലിംഗപരമായ ഒരു വിവേചനവും അവിടെ ഇല്ല. യുവതികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ യുവതി പ്രവേശനം പാടില്ല എന്ന് പറയുന്നത് ഒരു ബ്രഹ്മചാരിയായ ഒരു സന്യാസിയുടെ അടുത്തേക്ക് യുവതികൾ പോകാനും പാടില്ല എന്ന് ഏത് കണ്ണുപൊട്ടനും പറയുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിൽ വീണ്ടും അതൃപ്തി പുകയുന്നതിനിടെ KPCC അഴിച്ചുപണി സംബന്ധിച്ച് സംസ്ഥാന ദേശീയ നേതാക്കൾ ധാരണയിലെത്തിയതായി സൂചന. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പ്രസിഡന്റാക്കാനാണ് തീരുമാനം. ഗ്രൂപ്പുകളെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി നിയമിക്കാനും ആലോചനയുണ്ട്. ശനിയാഴ്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്ന സാഹചര്യത്തിൽ അത് കഴിഞ്ഞാകും പ്രഖ്യാപനം. UDF ഉന്നതാധികാര സമിതിയിൽ നിന്ന് VM സുധീരൻ രാജിവെച്ചതോടെയാണ് കോൺഗ്രസിൽ വീണ്ടും പടലപ്പിണക്കം മറനീക്കി പുറത്തുവന്നത്. ഇത് പരസ്യ വീഴ്പഴക്കലിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് പുതിയ PCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന നേതാക്കളും ഗ്രൂപ്പ് നേതാക്കളും DCC പ്രസിഡന്റുമാരും നൽകിയ പല പേരുകളിലായി നടന്ന ചർച്ച ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലാണ് വന്നു നിൽക്കുന്നത്. 3-4 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി നിയമിക്കുമെന്നും സൂചനയുണ്ട്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, VD സതീശൻ, K സുധാകരൻ എന്നിവരെയാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പുതിയ പ്രസിഡന്റ് വരുമ്പോൾ സ്ഥാനം നഷ്ടമാകുന്ന MMSനെ UDF കൺവീനറാക്കിയേക്കും.
കൺവീനർ സ്ഥാനത്തേക്ക് കെ മുരളീധരന്റെ പേരും പരിഗണനയിലുണ്ട്. പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ഹൈക്കമാൻഡ് വിശ്വസ്തനായ മുതിർന്ന നേതാവ്, ഒപ്പം ഇരു ഗ്രൂപ്പ് നേതാക്കളും അംഗീകരിക്കുന്ന പേര്. മുല്ലപ്പള്ളിയുടെ അനുകൂല ഘടകങ്ങൾ ഇവയാണ്. എന്നാൽ പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം വരും വരെ പേര് ഉറപ്പിക്കാനാവില്ല. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. അസഹിഷ്ണുതയ്ക്കെതിരായ പോരാട്ടം അനിവാര്യമായ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്ന് കമൽഹാസൻ. അടുത്ത വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ആശയപരമായി യോജിക്കാൻ കഴിയുന്നവരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കമൽഹാസൻ കൊച്ചിയിൽ പറഞ്ഞു. വിശ്വരൂപം 2ന്റെ പ്രചരണാർത്ഥമാണ് കമലഹാസൻ കൊച്ചി ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിലെത്തിയത്. രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുകയാണ്. അതിനാൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും കമലഹാസൻ പറഞ്ഞു. അടുത്ത വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ആശയപരമായി യോജിക്കാൻ കഴിയുന്നവരുമായി ചേർന്ന് സഖ്യമുണ്ടാക്കൂ. 2013 പുറത്തിറങ്ങിയ വിശ്വരൂപത്തിന്റെ 2ാം ഭാഗം ഈ മാസം 10 തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. എന്തു വായിക്കണം, എന്തെഴുതണം എന്ന് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. രാമായണം ആർക്കും വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. രാമായണത്തിന് പേറ്റന്റ് ഉണ്ടെന്ന വാദത്തെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയണമെന്നും സ്പീക്കർ തിരുവനന്തപുരത്ത് ന്യൂസ് 18 പറഞ്ഞു. എന്ത് വായിക്കണം, എന്തെഴുതണം എന്നൊക്കെ മറ്റുള്ളവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിൽ എന്ത് ജനാധിപത്യ മൂല്യമുള്ളത്? രാമായണത്തിന് പാറ്റന്റ് എടുക്കുന്നത് എന്ത് അധികാരത്തിന് മുകളിലാണ്? നിങ്ങൾ വായിക്കുന്ന ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാവുന്ന അത്രയും വിശാലമായ വിസ്തൃതമായ ഒരു അനുഭവമാണ് രാമായണം. അപ്പോൾ അത് വായിക്കാൻ ഇന്ന ആളുകൾക്ക് അർഹതയുള്ളൂ, വ്യാഖ്യാനിക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അതിപ്പം ഇല്ലയെന്ന് പറഞ്ഞാൽ അത് ഭാരതീയ സംസ്കാരത്തിനോട് യോജിക്കുന്നൊരു കാര്യമല്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരിൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. രമ്യത എന്ന വാക്കിൽ നിന്നാണ് രാമനുണ്ട് യോജിപ്പ്. അപ്പം അതുകൊണ്ട് അതിലൊന്നും പാറ്റൻ്റ് ഇല്ല. രാമായണത്തിന് പേറ്റന്റ് ഉണ്ട് എന്ന വാദത്തെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയും. പാലക്കാട് തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു. സംഭവസ്ഥലത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. ഇന്നലെ കെട്ടിടം തകർന്ന് 11 പേർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെ പുനരാരംഭിച്ച തിരച്ചിലാണ് വൈകിട്ടോടെ പൂർത്തിയായത്. അപകടം നടന്ന കെട്ടിടത്തോട് ചേർന്നുള്ള മറ്റ് കടകളിലെ സാധനങ്ങൾ നീക്കം ചെയ്യാൻ വ്യാപാരികൾക്ക് അവസരം നൽകിയതിനു ശേഷമായിരുന്നു തിരച്ചിൽ. അപകട സാധ്യത കണക്കിലെടുത്ത് മറ്റ് കടമുറികൾ സീൽ ചെയ്ത് നഗരസഭ നോട്ടീസ് പതിച്ചു. കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. ആരുമില്ലാന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു. അത് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ 2 പേരെ എടുത്തിരുന്നു. ആ 2 പേര് തന്നെ ഉള്ളായിരുന്നു. ഫ്രണ്ടിൽ നിന്നൊക്കെ ഒറ്റയടിക്ക് വലിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് മൊത്തത്തിൽ പൊളിഞ്ഞു പോരും. കാരണം പഴയ ബിൽഡിംഗ് ബാക്കിയുള്ള ഭാഗം സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് അതിനെ വലിയ ഡാമേജ് വരാത്ത രീതിയിലാണ് വളരെ സ്ലോ ആയിട്ടാണ് കുറേ പാർട്സ് നമ്മൾ മാറ്റിയത്. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. അപകടം നടന്ന കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. നഗരത്തിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നഗരസഭയുടെ 4 എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ 4 സ്ക്വാഡുകൾ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ ഇതുപോലെ ബലക്ഷയുള്ള മുഴുവൻ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:15 കെട്ടിടം തകർന്നു വീണ് 11 പേർക്ക് പരിക്കേറ്റത്. ദേശീയ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയവർക്കൊപ്പം ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി. അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ. എന്നാൽ ഇത്തരമൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ നഗരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ട് കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ വിജയകരമായി രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും അഭിനന്ദനം. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉൾപ്പെടെ ക്രെയിൻ ഓപ്പറേറ്റർ വരെയുള്ളവർക്ക് ഷാഫി പറമ്പിൽ MLA റോസാപ്പൂക്കൾ നൽകിയാണ് അഭിനന്ദനം അറിയിച്ചത്. 27 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആളപായമില്ലാതെ അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 1:15 ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് അവസാനിക്കുമ്പോൾ ദൗത്യത്തിൽ പങ്കെടുത്ത ദേശീയ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, പോലീസ്,
റവന്യൂ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, ക്രെയിൻ ഓപ്പറേറ്റർ തുടങ്ങി എല്ലാവരെയും ജനപ്രതിനിധികൾ അഭിനന്ദിച്ചു. ഷാഫി പറമ്പിൽ MLA ഇവർക്ക് റോസാപ്പൂക്കൾ നൽകിയാണ് അഭിനന്ദനം അറിയിച്ചത്. എല്ലാവരും ഭയന്നിരുന്നത് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചപ്പോൾ ആർക്കെങ്കിലും ജീവഹാനി സംഭവിക്കും എന്നുള്ളതായിരുന്നു. അതില്ലാതെ റെസ്ക്യൂ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസത്തിന് കാരണമായിട്ടുള്ളത്. അതിൽ നമ്മുടെ പോലീസും, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ, നമ്മുടെ റവന്യൂ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം, NDRFൻ്റെ ടീം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ, മുനിസിപ്പാലിറ്റി, ഇവിടുത്തെ ജനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, നാട്ടുകാർ, സ്വമേധയാ സർവീസിനിറങ്ങിയ നാട്ടുകാർ, ഇതുമായിട്ട് സഹകരിച്ചവർ, ഇതിൻ്റെ ആശങ്കകൾ അകറ്റിയിരുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അപകടം നടന്ന കെട്ടിടത്തിന്റെ 3 നിലകളിലും ആൾക്കാർ ഉണ്ടായിരുന്നു എന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കകം പോലീസ് ഉൾപ്പെടെ എല്ലാവർക്കും സ്ഥലത്തെത്താൻ കഴിഞ്ഞു എന്നത് നിർണായകമായി. ഒരു സമയത്ത് ഒരു സാഹചര്യത്തിൽ അടുത്ത ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറാവുന്ന ഒരു സാഹചര്യത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു. റെസ്ക്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ കൊളാപ്സായ ബിൽഡിംഗ് മുഴുവനായിട്ട് വിസിബിൾ ആയിട്ടുണ്ട്. ആ രീതിയിൽ പുതുതായിട്ട് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത രീതിയിലും വലിയ കാഷ്വാലിറ്റി ഇല്ലാത്ത രീതിയിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറും SP-യും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് മുഴുവൻ ചികിത്സയും ലഭ്യമാക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘവും ജില്ലാ ആശുപത്രിയിൽ സജ്ജമായിരുന്നു. ക്യാമറമാൻ KM പ്രീത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഒമാനിൽ വീട്ടുതടങ്കലിലുള്ള അമ്പിളി രാജമ്മയ്ക്ക് പുറമെ കൂടുതൽ സ്ത്രീകൾ വിസ തട്ടിപ്പിന് ഇരയായതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഭർത്താവ് മരിച്ചപ്പോൾ മാത്രമാണ് കായംകുളം നൂറനാട് സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ഒമാനിൽ നിന്ന് നാട്ടിലെത്താനായത്. അതേസമയം അമ്പിളിയുടെ മകൾ സൂര്യ നൽകിയ പരാതിയിൽ ഏജന്റിനെതിരെ അടൂർ പോലീസ് കേസെടുത്തു. അമ്പിളി രാജമ്മയെ പോലെ കോഴിക്കോട് സ്വദേശിയായ ഏജന്റ് ശിവമുരളിയുടെ വിസ തട്ടിപ്പിനിരയായ മറ്റൊരാളാണ് നൂറനാട് സ്വദേശി ജയ. ദുബായ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ജയയെയും ഇവർ ഒമാനിലെ വീടുകളിലെത്തിച്ചത്. ജോലി എന്ന് പറഞ്ഞ ആടിനെ പോലിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുമായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. ഒരമ്മയും ഒരു മോനും ഉണ്ടെന്നും പറഞ്ഞപ്പം ഞങ്ങളെ കയറ്റി വിടുന്നു. അവിടെ ചെന്നപ്പം 10 മക്കളുള്ള ഒരു വീട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് അവന്മാരുടെ 3-4 അവന്മാരുണ്ട്. അവന്മാരുടെ എല്ലാം തുണി കഴുകണം. വാഷിംഗ് മെഷീനകത്ത് അത് ഭയങ്കര വെയിലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ തീ. ഭർത്താവ് രാമചന്ദ്രൻ മരിച്ചിട്ട് പോലും വീട്ടിലേക്ക് വിടാൻ ഒമാനിലെ വീട്ടുകാർ തയ്യാറായില്ല. 2 വർഷത്തെ ഇത് വെച്ചല്ലേ നിങ്ങൾ പോകുന്ന വിസ അടിക്കുന്നത്. ആ 2 വർഷം നിങ്ങൾ എന്നെങ്കിലേ പറ്റും. അങ്ങനെ പറയുന്നു. അങ്ങനെയായിരുന്നു പറഞ്ഞത്. പ്രവാസി മലയാളികളും ഇന്ത്യൻ എംബസിയും ഇടപെട്ടാണ് ഒടുവിൽ ജയയെ രക്ഷപ്പെടുത്തിയത്. ജയയ്ക്കായി ദിവസങ്ങൾ കാത്തിരുന്ന ശേഷമാണ് അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കാനായതെന്ന് മകൻ രാജു. വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. ആദ്യമേ വിളിച്ചിരുമ്പോൾ ഫോൺ എടുത്തു, പിന്നെ ഫോൺ എടുക്കുന്നേ ഇല്ല അവർ. പിന്നെ അവർ എന്തോ നമ്പർ വെച്ചിട്ട് ചേസ് ചെയ്തു. ഇന്ന സ്ഥലത്താണ്, ഇന്നടത്താണ്. അങ്ങനെയാണ് അവർ വീട് കണ്ടുപിടിക്കുന്നത് തന്നെ. അതിനിടെ അമ്പിളി രാജമ്മയുടെ മകൾ സൂര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏജന്റ് ശിവമുരളിക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ ഒമാനിലെ ഇന്ത്യൻ എംബസിയും പ്രവാസി സംഘടനകളും ഇടപെട്ടിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് മുന്നോടിയായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ കരിപ്പൂർ വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച സുരക്ഷാ പരിശോധന നടത്തും. രാവിലെ 11 മണിയോടെ എയർ ഇന്ത്യ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കായി എത്തുക. വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള സുരക്ഷ കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടോ എന്നാണ് പരിശോധിക്കുക. കോഴിക്കോട് MP MK രാഘവന് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നും ഇതു സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചു. നേരത്തെ സൗദി എയർലൈൻസ് കരിപ്പൂരിൽ പരിശോധന നടത്തി വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ സജ്ജമാണെന്ന് കണ്ടെത്തിയിരുന്നു. വലിയ വിമാനങ്ങളുടെ സർവീസ് അനുമതിക്കായുള്ള സൗദി എയർലൈൻസ് അപേക്ഷ വ്യോമയാന മന്ത്രാലയത്തിന്റെ പരിഗണനയിലുമാണ്. ഇതിനിടെയാണ് എയർ ഇന്ത്യയും വലിയ വിമാനങ്ങൾ സർവീസ് തുടങ്ങുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള വ്യോമയാന മന്ത്രാലയം ഉത്തരവ് ഒരാഴ്ചക്കകം പുറത്തിറങ്ങുമെന്നാണ് വിവരം. സെപ്റ്റംബർ പകുതിയോടെ വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കിയിൽ അപകടക്കെണിയായി ഉപയോഗശൂന്യമായ പാറമടകൾ. 200-ലധികം പാറമടകളാണ് വെള്ളക്കെട്ടായി അപകട ഭീഷണി ഉയർത്തുന്നത്. ഉപയോഗശൂന്യമായ പാറമടകൾ മണ്ണിട്ട് നികത്തുകയോ സംരക്ഷണ വേലി കെട്ടി സുരക്ഷ ഉറപ്പാക്കുകയോ ചെയ്യണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം ഇപ്പോഴും പാലിക്കുന്നില്ല. നിയമങ്ങൾ കാറ്റിൽ പറത്തി പാറഖനനം നടത്തിയതിനു ശേഷം ഉടമകൾ ഇവ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള 200-ലധികം പാറമടകൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടെന്നാണ് കണക്ക്. വേനലിന് ശേഷം ശക്തമായി പെയ്ത മഴയിൽ പാറമടകൾ ചെക്ക് ഡാമുകൾക്ക് സമാനമായ രീതിയിൽ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. 30-40 അടി ആഴമുള്ള വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന ഇവയെല്ലാം വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനകത്ത് കുട്ടികൾ വീണ് മരിച്ച സംഭവങ്ങൾ രാജകുമാരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കരിങ്കൽ ക്വാറികൾ അനുവദിക്കുമ്പോൾ തന്നെ ചില മാനദണ്ഡങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉടമകൾക്ക് നൽകാറുണ്ട്. അതായത് 50 മീറ്ററിലധികം താഴ്ചയുള്ള പാറമടകൾക്ക് ചുറ്റുവേലി കെട്ടി സംരക്ഷിക്കണമെന്നും ഉപേക്ഷിക്കപ്പെട്ട
കരിങ്കൽ ക്വാറികൾ മണ്ണിട്ട് നികത്തണമെന്നും എല്ലാം ഉള്ള നിബന്ധനകൾ വെക്കുന്നുണ്ടെങ്കിലും ഇതാരും പാലിക്കാറില്ല. ജില്ലയിലെ പാറമടകൾ നികത്തി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി.